വെൽക്കം ബാക്ക് ടു ദ ക്ലാസ്സസ് ഓഫ് ക്വാണ്ടിറ്റി സർവേ. നമ്മൾ മൊഡ്യൂൾ 4-ലെ 7ാമത്തെ വീഡിയോ ക്ലാസ് ആണ് ഇന്ന് കാണുന്നത്. ഇറ്റ്സ് മീ മുഹമ്മദ് റഹീസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ഡിസ്കസ് ചെയ്തതിൻ്റെ എക്സ്റ്റൻഷൻ തന്നെയാണ്. മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് ഡെപ്രീസിയേഷൻ, അതിലെ പ്രോബ്ലം എക്സാമ്പിൾ ആണ് നമ്മൾ ഇന്ന് സോൾവ് ചെയ്ത് കാണിക്കുന്നത്. അതായത് വിവിധ തരത്തിൽ എങ്ങനെയാണ് ഡെപ്രീസിയേഷൻസ് ഒരു വസ്തുവിൻ്റെ മൂല്യത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ, കുറവിനെ കണക്കാക്കുന്നത് എന്ന് നമ്മൾ 4 മെത്തേഡുകളുടെ പേരുകൾ പഠിച്ചിരുന്നു. അവരുടെ ഡെഫിനിഷൻസ് എങ്ങനെയാണെന്നൊക്കെ പഠിച്ചിരുന്നു. അപ്പോൾ ഒരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ ഈ മെത്തേഡുകൾ ഉപയോഗിച്ച് ഒരു വസ്തുവിൻ്റെ മൂല്യം കുറയുന്നത് എങ്ങനെയാണെന്ന് കണക്കാക്കുന്നതാണ് ഇന്നത്തെ ക്ലാസ്സിലെ ആകത്തുകയായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ നമ്മൾ അതിൻ്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. എ കോൺക്രീറ്റ് മിക്സർ was purchased for rupees 1 lakh in the year 1992, and the salvage value of the machine after 6 years is rupees 30,000. Calculate the depreciation and book value each year by straight line method, constant percentage method and sinking fund method, assuming the rate of interest provided by the bank over the sinking fund is 5%. ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് 1 ലക്ഷം രൂപയ്ക്ക് ഒരാൾ ഒരു കോൺക്രീറ്റ് മിക്സർ വാങ്ങിച്ചു. ഏത് വർഷത്തിൽ? 1992. 6 വർഷമാണ് അതിൻ്റെ ലൈഫ് എന്ന് വിചാരിക്കുക. 6 വർഷം കഴിഞ്ഞാൽ ആ വസ്തുവിൻ്റെ മൂല്യം 30,000 ആയിട്ട് ചുരുങ്ങും. അതായത് 70,000 രൂപയുടെ നഷ്ടം അയാൾക്ക് ആ വസ്തുവിൽ 6 വർഷം കൊണ്ടുണ്ടാവും. അപ്പോൾ ആ വസ്തുവിന് ഓരോ വർഷവും മൂല്യം ഇടിയുന്നത് എങ്ങനെയാണ് എന്ന് കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ ചെയ്യണം, കോൺസ്റ്റന്റ് പെർസെൻറ്റേജ് മെത്തേഡിൽ ചെയ്യണം, സിങ്കിങ് ഫണ്ട് മെത്തേഡിൽ ചെയ്യണം. അപ്പോൾ ഈ 3 രീതിയിലും വില ഇടിവ് സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് ആക്സസ് ചെയ്യലാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ നമുക്ക് ആദ്യത്തെ മെത്തേഡിലോട്ട് പോവാം. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ എങ്ങനെയാണ് ഈ പ്രോബ്ലം നമ്മൾ ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, ആനുവൽ ഡിപ്രീസിയേഷൻ, ഓരോ വർഷവും വരുന്ന വിലയിടിവ് കണക്കാക്കാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷനിൽ എന്തൊക്കെ ചെയ്യണം? ഡി ഈസ് ഈക്വൽ ടു ഒറിജിനൽ കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ ലൈഫ് ഇൻ ഇയേഴ്സ്. അതായത് വസ്തുവിൻ്റെ ആദ്യത്തെ തുക, യഥാർത്ഥ വിലയാണ് ഒറിജിനൽ കോസ്റ്റ്. സ്ക്രാപ്പ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ലൈഫ് കഴിഞ്ഞാൽ അതിനുണ്ടാവുന്ന വാല്യൂ ആണ്. ലൈഫ് ഇൻ ഇയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വർഷമാണ് നമുക്കത് ഉപയോഗയോഗ്യമായി ലഭിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ലൈഫ് ഇൻ ഇയേഴ്സ് 6 വർഷമാണ്. പിന്നെ സ്ക്രാപ്പ് വാല്യൂ എന്നുള്ളത് 30,000 രൂപയാണ്. ഒറിജിനൽ കോസ്റ്റ് എന്നുള്ളത് 1 ലക്ഷം രൂപയാണ്. അപ്പോൾ നമുക്ക് ആനുവൽ ഡിപ്രീസിയേഷൻ എത്രയാണെന്ന് കണ്ടെത്താം. ഈ പ്രോബ്ലത്തിൽ 1 lakh മൈനസ് 30,000 ഡിവൈഡഡ് ബൈ 6 ഇയേഴ്സ് അല്ലേ ചെയ്ത് കഴിഞ്ഞാൽ 70,000 ഡിവൈഡഡ് ബൈ 6 ഈസ് ഈക്വൽ ടു 11,667 റുപ്പീസ് എന്ന് കിട്ടും. അതായത് 1 ലക്ഷം രൂപ വിലയുള്ള കോൺക്രീറ്റ് മിക്സർ ഓരോ വർഷവും 11,667 രൂപ വെച്ച് കുറയും. അങ്ങനെ 6 വർഷം കുറയുമ്പം 70,000 രൂപ ടോട്ടലി കുറയും. അങ്ങനെ വസ്തുവിൻ്റെ മൂല്യം 1 ലക്ഷത്തിൽ നിന്നും 30,000 രൂപയിലോട്ട് എത്തും. ഇതാണ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൻ്റെ രീതി, കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതി. അപ്പോൾ നമുക്കതൊരു ടേബിളിൽ എഴുതി കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇതാണ് ഞാൻ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടേബിൾ. സോ യു ഹാവ് ടു ഡ്രോ ദിസ് ടേബിൾ ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് ടേംസ് എഴുതിയിട്ടുണ്ട്. ഒന്ന് ഏജ് ഇൻ ഇയേഴ്സ്, എത്ര വർഷം കൂടുമ്പോഴാണ് വില വ്യത്യാസം വരുന്നത്, അത് ഓരോ വർഷം കൂടുമ്പോഴുള്ള വില അറിയാൻ വേണ്ടിയിട്ടാണ് ഏജ് എന്നുള്ള കോളം. രണ്ടാമത്തത് ആനുവൽ ഡിപ്രീസിയേഷൻ. ആനുവൽ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വർഷവും വരുന്ന വിലയിടിവാണ്. മൂന്നാമത്തത് ടോട്ടൽ ഡിപ്രീസിയേഷൻ. ടോട്ടൽ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനുവൽ ഡിപ്രീസിയേഷന്റെ ക്യുമുലേറ്റീവ് വാല്യൂ ആണ്. അതായത് ഒരു വർഷം 1000 കുറഞ്ഞാൽ അവിടുത്തെ ആനുവൽ ഡിപ്രീസിയേഷൻ 1000 ആണ്. പിറ്റത്തെ വർഷവും 1000 കുറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴും ആനുവൽ ഡിപ്രീസിയേഷൻ 1000 ആണ്. ബട്ട് ടോട്ടൽ ഡിപ്രീസിയേഷൻ 2 വർഷത്തെയും കൂടെ ചേർത്ത് 2000 എന്ന് പറയാം. അപ്പോൾ ക്യുമുലേറ്റീവ് ആയിട്ട് വർഷം കൂടുന്തോറും ടോട്ടൽ എത്ര ഡിപ്രീസിയേഷൻ വന്നു എന്നുള്ളതാണ്.
ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വർഷവും കഴിയും തോറും വസ്തുവിന്റെ മൂല്യം എത്രയാണെന്നുള്ളതാണ്. അതായത് 1,00,000 രൂപയുള്ള വസ്തുവിന് 1000 രൂപ കുറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ബുക്ക് വാല്യൂ 99,000 രൂപയായി മാറും. അപ്പൊ നമുക്ക് ഈ പ്രോബ്ലം ഒന്ന് ചെയ്തു നോക്കാം. ആദ്യം ഏജ് ഇൻ ഇയേഴ്സ് 1 അല്ലെ, ഒരു വർഷം കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടെത്തി ആനുവൽ ഡിപ്രീസിയേഷൻ എന്നുള്ളത് 11,667 ആണ്. ടോട്ടൽ ഡിപ്രീസിയേഷൻ എന്നുള്ളതും 11,667 തന്നെ, കാരണം ഒരു വർഷത്തിൽ സംഭവിച്ചിട്ടുള്ളതാണ് ആനുവൽ ഡിപ്രീസിയേഷൻ. സോ ബുക്ക് വാല്യൂ എന്നുള്ളത് എത്രയായിരിക്കും? അപ്പോൾ ഒരു വർഷം കഴിയുമ്പം 1,00,000-ൽ നിന്നും 11,667 കുറഞ്ഞാൽ 88,333 രൂപയായിട്ട് ആ കാശ്, ആ വസ്തുവിന്റെ മൂല്യം മാറും. അതിനെയാണ് ബുക്ക് വാല്യൂ എന്ന് പറയാം. അപ്പൊ ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു വസ്തു ഓരോ വർഷവും കഴിയും തോറും അതിലെ ഡെപ്രീസിയേഷൻ കുറച്ച് കഴിഞ്ഞാൽ വസ്തുവിന് ബാക്കി വരുന്ന മൂല്യത്തിന് പറയുന്ന പേരാണ് ബുക്ക് വാല്യൂ. ഈ ബുക്ക് വാല്യൂ എല്ലാ വർഷവും കണക്കാക്കണം. ഓരോ വർഷത്തെ ഡെപ്രീസിയേഷൻ കുറച്ചിട്ട് ഓരോ വർഷത്തെ ബുക്ക് വാല്യൂസും നമ്മൾ കണക്കാക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ പ്രോബ്ലം മുന്നോട്ട് പോവാം. ആനുവൽ ഡിപ്രീസിയേഷൻ എന്നുള്ള ടേമിന് യാതൊരു ചേഞ്ചും വരില്ല. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് തന്നെയാണ്. അതിലെ ആനുവൽ ഡിപ്രീസിയേഷൻ സെയിം തന്നെയായിരിക്കും. ഓരോ വർഷവും ഇടിയുന്ന തുക സെയിം തന്നെയായിരിക്കും. രണ്ടാമത്തെ വർഷത്തിലോട്ട് പോവാം. ഏജ് ഇൻ ഇയേഴ്സ് 2. ആനുവൽ ഡിപ്രീസിയേഷൻ is the same, that is 11,667. ടോട്ടൽ ഡിപ്രീസിയേഷൻ 23,334. അതെങ്ങനെയാണ്? ആദ്യത്തെ വർഷം 11,667 കുറഞ്ഞു, രണ്ടാമത്തെ വർഷം വീണ്ടും 11,667 കുറഞ്ഞു. അപ്പൊ മൊത്തത്തില് 2 വർഷം കൊണ്ട് 23,334 രൂപ കുറഞ്ഞു. അതാണ് ടോട്ടൽ ഡിപ്രീസിയേഷൻ. മനസ്സിലായല്ലോ? അതിലൊരു കൺഫ്യൂഷൻ വേണ്ട. 2 വർഷം കൂടെ ടോട്ടലി എത്ര കുറഞ്ഞു എന്നുള്ളതിനെയാണ് ടോട്ടൽ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഇനി അതിന്റെ ബുക്ക് വാല്യൂ എഴുതാം. 1,00,000-ൽ നിന്നും 2 വർഷം കൂടെ ചേർന്നപ്പോൾ 23,334 രൂപ കുറഞ്ഞു. ബാക്കി വന്ന തുക 76,666. ഇതാണ് രണ്ടാമത്തെ വർഷം കഴിഞ്ഞപ്പോൾ ആ വസ്തുവിന്റെ ബുക്ക് വാല്യൂ, കോൺക്രീറ്റ് മിക്സറിന്റെ ബുക്ക് വാല്യൂ. അപ്പൊ ആദ്യത്തെ വർഷം കഴിഞ്ഞപ്പോൾ 88,000-ലേക്ക് എത്തി, രണ്ടാമത്തെ വർഷം കഴിഞ്ഞപ്പോൾ 76,666 എത്തി. അങ്ങനെ ഇനി മൂന്നാമത്തെ വർഷത്തിലോട്ട് പോവാം. third year, annual depreciation is the same, that is 11,667. Total depreciation 3 വർഷവും 11,667 കുറഞ്ഞു അല്ലേ? ഈ 3 വർഷവും കൂടി 11,667 കുറഞ്ഞപ്പോൾ അത് ടോട്ടലി 3 വർഷത്തിനും കൂടെ 35,001 രൂപയാണ് കുറഞ്ഞത്. അപ്പൊ നമുക്ക് ടോട്ടലി 3 വർഷം കൊണ്ട് വന്ന ഡിപ്രീസിയേഷൻ 35,001 റുപ്പിയാണ്. ബുക്ക് വാല്യൂ കാണാം. 1,00,000-ൽ നിന്നും ടോട്ടൽ ഡെപ്രീസിയേഷൻ കുറക്കുക. 1,00,000-ൽ നിന്നും 35,001 രൂപ കുറച്ചു കഴിഞ്ഞാൽ 64,999 രൂപ. ഇതാണ് മൂന്നാമത്തെ വർഷം കഴിയുമ്പോൾ ആ വസ്തുവിന്റെ മൂല്യം. ഓക്കെ, നാലാമത്തെ വർഷം ആനുവൽ ഡിപ്രീസിയേഷൻ അത് തന്നെ. ടോട്ടൽ ഡിപ്രീസിയേഷൻ 11,667 രൂപ 4 വർഷം ടോട്ടലി കുറഞ്ഞു കഴിഞ്ഞാൽ 46,668 രൂപയാണ് മൊത്തത്തിൽ കുറവ് വരുന്നത്. ബുക്ക് വാല്യൂ കാണാൻ വേണ്ടി 1,00,000-ൽ നിന്നും ടോട്ടൽ ഡെപ്രീസിയേഷൻ കുറച്ചു 53,332 രൂപയാണ് ആ വസ്തുവിന്റെ നാലാമത്തെ വർഷം കഴിയുമ്പോഴുള്ള വില. അതാണ് 4th ഇയർ കംപ്ലീറ്റ് ആവുമ്പോഴുള്ള ബുക്ക് വാല്യൂ. അഞ്ചാമത്തെ വർഷം ആനുവൽ ഡിപ്രീസിയേഷൻ സെയിം തന്നെ, അതായത് ആ വർഷത്തിൽ കുറയുന്നതും എല്ലാ വർഷത്തിലും ഒരേ തുക തന്നെയാണ് കുറയുന്നത്, 11,667 രൂപ. ടോട്ടൽ ഡിപ്രീസിയേഷൻ 5 വർഷത്തിലും കൂടെ 58,335 രൂപ, അതായത് 11,667 5 മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന വാല്യൂ ആണ് ഈ 58,335 രൂപ. 1,00,000-ൽ നിന്നും ഈ ടോട്ടൽ ഡിപ്രീസിയേഷൻ കുറച്ചു കഴിഞ്ഞാൽ we will get 41,665. ഓക്കെ, അപ്പൊ ഇതാണ് അഞ്ചാമത്തെ വർഷം കഴിയുന്നതോടുകൂടി ആ വസ്തുവിന്റെ ബുക്ക് വാല്യൂ, ആ വസ്തുവിന്റെ മൂല്യം. ആറാമത്തെ വർഷം annual depreciation is the same as the previous year, it is 11,667. in total 6 വർഷം ഓരോ വർഷവും 11,667 രൂപ വെച്ച് കുറഞ്ഞു കഴിഞ്ഞാൽ
70,002 രൂപ. ഈ 70,002 രൂപ 6 വർഷം കൊണ്ട് ടോട്ടൽ ഡെപ്രീസിയേഷൻ സംഭവിച്ചു. ആൻഡ് അപ്പോൾ 1,00,000-ൽ നിന്നും 70,002 രൂപ കുറച്ചു കഴിഞ്ഞാൽ 29,938 രൂപയാണ് ഇതിന്റെ 6ാമത്തെ വർഷം കഴിയുന്നതോട് കൂടിയുള്ള ബുക്ക് വാല്യൂ. അതായത് അതിന്റെ 6 വർഷം കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യാൻ പറ്റൂലെങ്കിൽ 6ാമത്തെ വർഷം കഴിയുമ്പോഴുള്ള ബുക്ക് വാല്യൂ ആണ് അതിന്റെ സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയാം. 29,938 രൂപ. സോറി, 29,998 രൂപ. അപ്പൊ ഇവിടെ സംഭവിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 രൂപയുടെ ഡിഫറൻസ് ഉണ്ട്. ആ 2 രൂപയുടെ ഡിഫറൻസ് വന്നത് നമ്മൾ ഈ ഫിഗറിനെ റൗണ്ട് ഓഫ് ചെയ്തുകൊണ്ടാണ്. 11,667 അല്ല, ശരിക്കും അത് 66 പോയിന്റ് സംതിങ് ആണ്. അപ്പൊ തന്നെ റൗണ്ട് ഓഫ് ചെയ്ത് 11,667ക്ക് കൊണ്ടുവന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഒരു 2 രൂപ കൂടുതലായിട്ട് ലോസ് വരുന്നത് കാണുന്നത്. നെവർ മൈൻഡ് ഇറ്റ്. ഓക്കെ, അപ്പൊ അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട. എത്ര റെലവൻസ്, ആ നെഗ്ലിജിബിൾ എമൗണ്ട് ഒരു 2 രൂപയല്ലേ, 1,00,000-നെ വെച്ച് നോക്കുമ്പോൾ 2 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയൊരു പെർസെൻറ്റേജേ ഉള്ളൂ. അതുകൊണ്ട് നെവർ മൈൻഡ് ഇറ്റ്. ഓക്കെ, അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1,00,000-ൽ നിന്നും 30,000-ലോട്ട് വില കുറയുന്ന വസ്തു ഓരോ വർഷവും തുല്യ എമൗണ്ട് ആണ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്തുകൊണ്ടാണ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് മുന്നോട്ട് പോകുന്നത്. നമുക്കത് ഗ്രാഫിക്കലായിട്ടൊന്ന് റെപ്രസെന്റ് ചെയ്ത് നോക്കാം. ബുക്ക് വാല്യൂ ഇൻ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. ആദ്യത്തെ വർഷം, അതായത് ആദ്യത്തെ വർഷം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആ വസ്തു വാങ്ങിച്ച സമയത്ത് 1,00,000 രൂപയായിരുന്നു. ഒരു വർഷം കഴിയുമ്പം 88,333 രൂപയായി, 76,666 ആയി. ഓക്കെ, ഇതിങ്ങനെ കുറഞ്ഞാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഉണ്ടായ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇവർ തമ്മിൽ ഓരോ വർഷവും കുറയുന്ന തുക 11,667 രൂപയാണ്. എല്ലാ വർഷവും കൃത്യം 11,667 രൂപ വെച്ചിട്ടാണ് കുറഞ്ഞു വരുന്നത്. സോ ഇതിനെ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, അതുകൊണ്ടാണ് ഇതിനെ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് അടുത്ത പ്രോബ്ലത്തിലോട്ട്, ഇതിന്റെ പ്രോബ്ലത്തിന്റെ സെക്കൻഡ് സ്റ്റേജ് ആയിട്ടുള്ള കോൺസ്റ്റന്റ് പെർസെൻറ്റേജ് മെത്തേഡിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ കോൺസ്റ്റന്റ് പെർസെൻറ്റേജിന്റെ തിയറി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഉണ്ടായിരുന്ന വ്യത്യാസം ഞാൻ ഒന്നുകൂടെ പിക്ചോറിയലായിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഒരാള് 100 കിലോയിൽ നിന്നും 50 കിലോയിലോട്ട് വെയിറ്റ് കുറച്ചു എന്ന് പറയുകയാണെങ്കിൽ ഇത് 5 വർഷം കൊണ്ടാണ് കുറച്ചത് എന്ന് വിചാരിക്കുക. അപ്പോൾ ഓരോ വർഷവും 10 കിലോ വെച്ച് കുറയുന്നു എന്നാണ് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ കണക്കാക്കുന്നത്. പക്ഷെ കോൺസ്റ്റന്റ് പെർസെൻറ്റേജ് മെത്തേഡിലാണെങ്കിൽ അയാള് 100 കിലോയിൽ നിന്നും 50 കിലോയിലോട്ട് വെയിറ്റ് കുറച്ചു എന്ന് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ വർഷം വലിയ ഒരു എമൗണ്ട് ആയിരിക്കും. അതായത് എത്ര ശതമാനം വെച്ചിട്ടാണ് കുറക്കുന്നത്. ഇപ്പോൾ ഒരു X% ആയിരിക്കും എല്ലാ പ്രാവശ്യവും കുറയുന്നത്. അപ്പോൾ അത് എല്ലാ വർഷവും തുല്യ കുറച്ചിലല്ല. ആദ്യത്തെ വർഷം കുറച്ച് വലിയ വെയിറ്റ് കുറയും, പിന്നത്തെ വർഷം ചെറിയ വെയിറ്റ് ആണ് കുറയുന്നത്, പിറ്റത്തെ വർഷം ചെറിയ വെയിറ്റ് ആണ് കുറയുന്നത്, പിറ്റത്തെ ചെറിയ വെയിറ്റ് ആണ്, പിറ്റത്തെ ചെറിയ വെയിറ്റ് ആണ്. അതായത് ശതമാനം എന്നുള്ളത് തുല്യമായിരിക്കും, പക്ഷേ കുറയുന്ന വെയിറ്റ് വ്യത്യസ്തമായിരിക്കും. അതാണ് കോൺസ്റ്റന്റ് പെർസെൻറ്റേജ് മെത്തേഡിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം. ഇനി നമുക്ക് അതിന്റെ പ്രോബ്ലത്തിലോട്ട് പോവാം. കോൺസ്റ്റന്റ് പെർസെൻറ്റേജ് മെത്തേഡ്. ആനുവൽ ഡെപ്രീസിയേഷൻ ശതമാനം കാണാനുള്ള ഇക്വേഷൻ നമുക്ക് ആദ്യം ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ എസ് എന്നുള്ളത് ഒറിജിനൽ കോസ്റ്റ് ആണ്, അത് നമുക്ക് അറിയാവുന്നതാണ്. സോറി, എസ് എന്നുള്ളത് സ്ക്രാപ്പ് വാല്യൂ ആണ്, സി എന്നുള്ളതാണ് ഒറിജിനൽ കോസ്റ്റ് ഓർ ക്യാപിറ്റൽ കോസ്റ്റ്, എൻ എന്നുള്ളത് ലൈഫ് ആണ്, അതായത് എത്ര വർഷമാണ് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് കിട്ടുക എന്നുള്ളത്. ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ആനുവൽ ഡെപ്രീസിയേഷൻ ഇൻ പെർസെൻറ്റേജ്. അത് ഡെസിമലിലാണ് അത് കിട്ടുക. ഓരോ വർഷവും എത്രയാണ് പൈസ കുറയുന്നത്, അതിന്റെ ശതമാനം എത്രയാണ് എന്നാണ് നമുക്ക് ഈ ഇക്വേഷനിലൂടെ കിട്ടുക. ഈ ഇക്വേഷനിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രാപ്പ് വാല്യൂ ആണ് 30,000 രൂപ. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസ്തുവിന്റെ ഒറിജിനൽ കോസ്റ്റ് ആണ് 1,00,000 രൂപ. ലൈഫ് എൻ എന്നുള്ളത് 6 വർഷമാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം. അപ്പോൾ 3 ഡാറ്റയും നമ്മൾ നമ്മുടെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുകയാണ്. ഇക്വേഷനിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ D is equal to 0.1818 എന്ന് കിട്ടും. 0.1818. അതായത്
ഈ 1,00,000 രൂപയുടെ 0.1818 ഗുണിച്ചു കഴിഞ്ഞാൽ, അതിനോട് ഗുണിച്ചു കഴിഞ്ഞാൽ അത്രയും തുകയാണ് ഓരോ വർഷവും കുറയുന്നത്. അല്ലെങ്കിൽ അടുത്ത വർഷം അതിങ്ങനെ ഗുണിച്ചുകൊണ്ടിരിക്കണം. അതായത് 8%ലേക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ 18.18% ആണ് ഓരോ വർഷവും കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ശതമാനം. ഇത് എല്ലാ വർഷവും തുല്യമായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഈ പ്രോബ്ലത്തിലെ നമ്മൾ ആദ്യം കണ്ടെത്തേണ്ട ഡാറ്റ. കോൺസ്റ്റന്റ് പെർസെൻറ്റേജ് മെത്തേഡ് പ്രകാരമാണ് നിങ്ങൾ ഡെപ്രീസിയേഷൻ കാണുന്നതെങ്കിൽ you have to use this equation to find out the percentage reduction in the depreciation in the value of the property or depreciation. ഓരോ വർഷവും ഡെപ്രീസിയേഷൻ സംഭവിക്കുന്നത് എത്രയാണ് എന്ന് കണ്ടെത്തണം നമ്മൾ. അപ്പോൾ അതിന് എത്ര ശതമാനമാണെന്ന് നമ്മൾ ആദ്യം കണ്ടെത്തണം with using this equation. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ കണ്ടതുപോലെ കോൺസ്റ്റന്റ് പെർസെൻറ്റേജ് മെത്തേഡിൽ എങ്ങനെയാണ് ഈ വസ്തുവിന്റെ ഓരോ വർഷത്തെയും ബുക്ക് വാല്യൂ കാണുന്നത് എന്ന് ഈ ടാബിൽ വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ഇവിടെ ഒരു ടേം എക്സ്ട്രാ ഉണ്ട്, പെർസെൻറ്റേജ് ഡെപ്രീസിയേഷൻ. അത് ഞാൻ ജസ്റ്റ് ഈ പ്രോബ്ലം മുന്നോട്ട് പോകുമ്പോൾ സ്ട്രെയിറ്റ് ലൈനിനോട് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി ആഡ് ചെയ്തിട്ടുള്ളതാണ്. സോ ഫസ്റ്റ് ഏജ് ഇൻ ഇയേഴ്സ്, ഒന്നാമത്തെ വർഷം. ഡെപ്രീസിയേഷൻ എന്നുള്ളത് 18.181% ആണ് അല്ലേ? അപ്പൊ അത് നമ്മൾ നേരത്തെ കണ്ടെത്തി കഴിഞ്ഞാണ്, അതിൽ യാതൊരു വ്യത്യാസവും ഇല്ല. ആനുവൽ ഡെപ്രീസിയേഷൻ എന്നുള്ളത് നമുക്ക് 1,00,000ന്റെ 18.181% എത്രയാണോ അതാണ് ആനുവൽ ഡെപ്രീസിയേഷൻ. കാരണം ആ വസ്തുവിന്റെ ആദ്യത്തെ മൂല്യം എന്നുള്ളത് 1,00,000 ആണ്. ആദ്യത്തെ വർഷം അതിന് വരാവുന്ന വിലയിടിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1,00,000ന്റെ 18.181%. 1,00,000ന്റെ 18.181% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18,181 രൂപയാണ്. അതാണ് ആ വർഷത്തെ ടോട്ടൽ ഡെപ്രീസിയേഷൻ ഫസ്റ്റ് ഇയറിലുള്ള. അത് കഴിഞ്ഞാൽ ആ വസ്തുവിന്റെ മൂല്യം വിൽ ബിക്കം 81,819. അതായത് 1,00,000 രൂപ മൂല്യമുള്ള ഈ വസ്തു ആ വർഷത്തെ 18.181% മൂല്യം കുറഞ്ഞാൽ, ആ ശതമാനത്തിന് പൈസയ്ക്ക് മാറ്റുമ്പോൾ 18,181 രൂപ കുറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി വരുന്നത് 81,819 രൂപയാണ്. മനസ്സിലായല്ലോ? അപ്പൊ ഇങ്ങനെയാണ് ആദ്യത്തെ വർഷത്തെ ബുക്ക് വാല്യൂ കണ്ടെത്തിയത്. അപ്പൊ ഒരു വർഷം കഴിഞ്ഞാൽ ഈ വസ്തുവിന്റെ മൂല്യം എത്രയാണ്? 81,819 രൂപയാണ്. ഇവിടെയാണ് കാൽക്കുലേഷനിൽ ചിലർക്ക് കൺഫ്യൂഷൻ വരുന്നത്. അടുത്ത വർഷത്തോട്ട് നമുക്ക് കാൽക്കുലേഷൻ പോവാം. സെക്കൻഡ് ഇയർ, രണ്ടാമത്തെ വർഷം. ഡെപ്രീസിയേഷൻ എന്നുള്ളത് 18.18% തന്നെയാണ്. അതായത് ശതമാനത്തിൽ വ്യത്യാസം വന്നിട്ടില്ല. പക്ഷേ ആനുവൽ ഡെപ്രീസിയേഷനിൽ വ്യത്യാസം വരും. കാരണം എന്താണ്? ഇപ്പോ ഈ വസ്തുവിനുള്ള മൂല്യം 81,819 അല്ലേ? അപ്പോ ഈ 81,819 രൂപയുടെ 18.18% ആനുവൽ ഡെപ്രീസിയേഷൻ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. മനസ്സിലായോ? അതായത് 0.1818 into 81,819. ഇതാണ് ഒരു വർഷം കഴിഞ്ഞുള്ള വാല്യൂ. ആ വാല്യൂവിന്റെ 18.18% ആനുവൽ ഡെപ്രീസിയേഷൻ. അപ്പൊ അത് എത്രയാണെന്ന് നോക്കാം. 14,876 രൂപയാണ്. അതായത് 81,819 രൂപയുടെ 18.18% എന്ന് പറഞ്ഞാൽ അത് 14,876 രൂപയാണ്. അപ്പൊ ആദ്യത്തെ വർഷം നമുക്ക് വില ഇടിഞ്ഞത് 18,181 രൂപയാണ്. രണ്ടാമത്തെ വർഷം വില ഇടിഞ്ഞത് 14,876 രൂപയാണ്. അപ്പൊ അവക്കിടയിൽ തന്നെ ഏകദേശം 3,500 രൂപയുടെ വില വ്യത്യാസമുണ്ട്. അപ്പൊ ഓരോ വർഷവും ഇടിയുന്ന മൂല്യം വ്യത്യാസമുണ്ട്, പക്ഷെ ഇടിയുന്ന ശതമാനം തുല്യം തന്നെയാണ്. ഓക്കെ, അപ്പൊ ടോട്ടൽ ഡിപ്രീസിയേഷൻ എന്നുള്ളത് എത്രയാണ്? ഈ 18,181 14,876 കൂടെ കൂട്ടിയാൽ ടോട്ടൽ 33,057 രൂപ. അതായത് 2 വർഷവും കൂടെ ചേർത്ത് മൊത്തം 33,057 രൂപ കുറഞ്ഞു. അതായത് 1,00,000ത്തിൽ നിന്നും 33,057 രൂപ കുറച്ചാൽ 2 വർഷം കഴിഞ്ഞു 66,934 രൂപയായിട്ട് മാറും ആ വസ്തുവിന്റെ മൂല്യം എന്നാണ് നമ്മൾ കണ്ടെത്തിയത്. അപ്പൊ 2 വർഷം കഴിഞ്ഞു വസ്തുവിന്റെ മൂല്യം 1,00,000ത്തിൽ നിന്നും 66,934 രൂപയിലോട്ട് ചുരുങ്ങിയിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യണം? അടുത്ത വർഷം തേർഡ് ഇയറിൽ
ഡിപ്രീസിയേഷന്റെ ശതമാനം എന്നുള്ളത് യാതൊരു വ്യത്യാസവും ഇല്ല. ഇറ്റ് ഈസ് സെയിം ആസ് ബിഫോർ 18.18%. പക്ഷേ ഏതിന്റെ 18.18% ആണ്? 66,934 രൂപയുടെ 18.18% അപ്പോൾ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുമ്പം 0.18181 into 66,934 അല്ലേ? ഇത് ചെയ്താൽ നമുക്ക് ഇവിടുത്തെ വാല്യൂ കിട്ടും. അതായത് 66,934 രൂപയുടെ 18.181% എത്രയാണോ അതാണ് ആ വർഷം അതിന് കുറയുന്ന വില. ഓക്കെ, അപ്പൊ അതിന്റെ മൂല്യത്തിന്റെ 18.18%. അത് ചെയ്തു കഴിഞ്ഞാൽ 12,171 രൂപ എന്ന് കിട്ടും. അപ്പൊ 66,934 രൂപ വിലയുള്ള വസ്തു 18.18% വില ഇടിഞ്ഞു കഴിഞ്ഞാൽ, അതായത് 12,171 രൂപ ആണ് ആ വസ്തുവിന്റെ വില ഇടിയുന്നത്. എന്നിട്ട് അതിന്റെ ബുക്ക് വാല്യൂ നമുക്ക് കാണണം. അപ്പൊ അതിനു മുമ്പ് ഇത് ടോട്ടൽ ഡിപ്രീസിയേഷൻ നോക്കാം. ഇറ്റ് ഈസ് 45,228. അതെങ്ങനെയാണ് കിട്ടിയത്? ആനുവൽ ഡിപ്രീസിയേഷൻ 3 വർഷത്തെ ടോട്ടൽ ആനുവൽ ഡിപ്രീസിയേഷൻ കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ ഡിപ്രീസിയേഷൻ കിട്ടും. 1,00,000 നിന്നും, അതായത് ആ വസ്തുവിന്റെ ടോട്ടൽ ആദ്യത്തെ മൂല്യത്തിൽ നിന്നും 3 വർഷത്തെ ടോട്ടൽ ഡിപ്രീസിയേഷൻ ആയിട്ടുള്ള 45,228 കുറച്ചു കഴിഞ്ഞാൽ we will get the book value after 3 years 54,772. അപ്പൊ ഈ വസ്തുവിന്റെ മൂല്യം 3 വർഷം കഴിയുമ്പോൾ 54,772 ആയിട്ട് ചുരുങ്ങി. ആൻഡ് ഓരോ വർഷത്തെ ഡെപ്രീസിയേഷന്റെ ശതമാനം ഇറ്റ് ഈസ് സെയിം ആസ് and the annual depreciation in each year varies. It decreases actually. അപ്പോൾ ഓരോ വർഷവും ഇടിയുന്ന വില കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത വർഷത്തിലോട്ട് പോവാം. 4th year. Depreciation percentage is same. Annual depreciation is 9,958. അതെങ്ങനെയാണ് നമുക്ക് കിട്ടിയത്? ഈ 54,772 രൂപയുടെ 18.18% ആനുവൽ ഡിപ്രീസിയേഷൻ. ടോട്ടൽ ഡിപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ ഈ 4ഉം കൂടെ കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നതാണ്. ഇതിന്റെ ക്യാപിറ്റൽ കോസ്റ്റിൽ നിന്നും ടോട്ടൽ ഡിപ്രീസിയേഷൻ കുറച്ചു കഴിഞ്ഞാൽ 4ാമത്തെ വർഷം കഴിയുമ്പോൾ ഉള്ള ബുക്ക് വാല്യൂ ആയിട്ടുള്ള 44,814 എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടും. 5ാമത്തെ വർഷം percentage depreciation is same as before. Annual depreciation is 8,148. How we are getting that? 44,814 എന്നുള്ള ആ വസ്തുവിന്റെ ബുക്ക് വാല്യൂ എടുത്തിട്ട് അതിന്റെ 18%, 18.18% എത്രയാണെന്ന് നോക്കി. ഇറ്റ് ഈസ് 8,148. അതാണ് ആ വർഷത്തെ അതിന്റെ വിലയിടിവ്. ടോട്ടൽ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5 വർഷം കൂടെ ചേരുമ്പോൾ 63,334 രൂപയാണ് അതിന് മൊത്തം കുറയുന്നത്. ആൻഡ് ബുക്ക് വാല്യൂ എന്ന് പറയുമ്പോൾ ടോട്ടൽ അതിന്റെ ഒറിജിനൽ കോസ്റ്റിൽ നിന്നും ടോട്ടൽ ഡെപ്രീസിയേഷൻ ആയിട്ടുള്ള 63,334 കുറച്ചു കഴിഞ്ഞാൽ we will get the final book value as 36,666. and 6th ഇയറിലോട്ട് വരുന്നു. depreciation percentage is the same. annual depreciation is 6,666. അതെങ്ങനെയാണ്? അതിന്റെ തൊട്ട് മുന്നത്തെ ബുക്ക് വാല്യൂ ആയിട്ടുള്ള 36,666 രൂപയുടെ 18.18% നോക്കിയപ്പോൾ we have got the annual depreciation for the 6th year as 6,666. So the total depreciation is the sum of the total annual depreciations. ഓരോ വർഷത്തെയും വിലയിടിവ് എല്ലാം കൂടെ കൂട്ടിയപ്പം 6ാമത്തെ വർഷം കഴിഞ്ഞ് മൊത്തം total depreciation വന്നത് 70,000 rupees. And subtracting the total depreciation from the original cost, we will get the book value after 6 years. 6 വർഷം കഴിഞ്ഞിട്ടുള്ള ബുക്ക് വാല്യൂ കിട്ടാൻ വേണ്ടി ടോട്ടൽ ഒറിജിനൽ കോസ്റ്റിൽ നിന്നും ടോട്ടൽ ഡിപ്രീസിയേഷൻ ആയിട്ടുള്ള 70,000 രൂപ കുറച്ചു. we have got it as 30,000. അപ്പൊ ഇങ്ങനെയാണ് കോൺസ്റ്റന്റ് പെർസെന്റേജ് മെത്തേഡിൽ വസ്തുവിന്റെ വിലയിടിവ് കണക്കാക്കുന്നത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെർസെന്റേജ് ഡിപ്രീസിയേഷൻ ഈസ് ഓൾവേസ് സെയിം. അതിന് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. ബട്ട് the value of the depreciation changes each year. ഓരോ വർഷവും നടക്കുന്ന ഡെപ്രീസിയേഷന്റെ മൂല്യം വ്യത്യാസമുണ്ട്. ആദ്യം 18,000 കുറഞ്ഞു,
പിറ്റത്തെ വർഷം 14,000 കുറഞ്ഞു, പിറ്റത്തെ വർഷം 12,000 ആണ് കുറഞ്ഞത്, പിറ്റത്തെ വർഷം 9, പിറ്റത്തെ വർഷം 8, പിറ്റത്തെ വർഷം 6. അപ്പൊ എന്താണ് ഇതിലെ വ്യത്യാസം? ഓരോ വർഷവും കുറയുന്ന മൂല്യത്തിന്റെ അളവ് കുറയുന്നുണ്ട്. കാരണം എന്താണ്? വസ്തുവിന്റെ മൂല്യത്തിന്റെ ഒരു certain percentage ആണ് ഓരോ വർഷവും കുറയുന്നത്. വസ്തുവിന്റെ മൂല്യം ഓരോ വർഷവും കുറയുന്നുണ്ട്, ഓട്ടോമാറ്റിക്കലി the amount of the depreciation will also get decreased gradually each years. Okay. അപ്പൊ ഇതാണ് ഈ പെർസെൻറ്റേജ് മെത്തേഡിന്റെ, കോൺസ്റ്റന്റ് പെർസെൻറ്റേജ് മെത്തേഡിന്റെ ലോജിക്. നമുക്കിത് കൂടുതൽ വൃത്തിയായി മനസ്സിലാവാൻ വേണ്ടി ഇതൊന്ന് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്ത് നോക്കാം. നോക്കൂ, ബുക്ക് വാല്യൂ ആദ്യത്തെ വർഷം കുറയുന്നത് കുറച്ച് വലിയ എമൗണ്ട് ആണ്, അതായത് ഈ ആഴം കുറച്ച് കൂടുതലാണ്. ഈ ആഴം ലേശം കുറഞ്ഞു, ഇത് വീണ്ടും കുറഞ്ഞു, ഇത് വീണ്ടും കുറഞ്ഞു, ഇത് പറ്റ കുറഞ്ഞു, ഇവിടെ പറ്റ കുറഞ്ഞു. ഓക്കെ. അതായത് ആദ്യത്തെ ഡെപ്രീസിയേഷൻ കൂടുതൽ, പിന്നെ കുറവ്, പിന്നെ അതിലും കുറവ്, പിന്നെ അതിലും കുറവ്, അതിലും കുറവ്, അതിലും കുറവ്. അങ്ങനെയാണ് ഈ പൈസയുടെ വ്യത്യാസം വരുന്നത്. ഓക്കെ. അപ്പൊ ഇവിടുത്തെ ഈ ഗ്രാഫ് എന്ന് പറയുമ്പം കൃത്യമായിട്ട് ഓരോ വർഷവും കൂടുമ്പോഴുള്ള ഗ്രാഫാണ്, ഓരോ ഇയർ കൂടുമ്പോഴുള്ള ഗ്രാഫാണ്. നേരത്തെ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ വി ഹാവ് ഗോട്ട് ഇറ്റ് ആസ് എ സ്ട്രെയിറ്റ് ലൈൻ. പക്ഷെ കോൺസ്റ്റന്റ് പെർസെന്റ് മെത്തേഡിൽ നമുക്കൊരു കർവ് ആണ് കിട്ടുന്നത്. ഓക്കെ. ആദ്യ വർഷങ്ങളിൽ ഡെപ്രീസിയേഷന്റെ അളവ് കൂടുതലും അവസാന വർഷത്തിലോട്ട് ഡെപ്രീസിയേഷന്റെ അളവ് കുറവായതുകൊണ്ട് നമ്മൾ അതിനെ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ഇറ്റ് ആസ് എ കർവ്, ഒരു വളഞ്ഞ വരയായിട്ടാണ് കിട്ടുക. പക്ഷെ ആദ്യത്തെ മെത്തേഡിലോ വി വിൽ ഗെറ്റ് ഇറ്റ് ആസ് എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പൊ കോൺസ്റ്റന്റ് പെർസെന്റേജ് മെത്തേഡ് ഡെപ്രീസിയേഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. ആൻഡ് മൂന്നാമത്തെ മെത്തേഡ് ആയിട്ടുള്ള സിങ്കിങ് ഫണ്ട് മെത്തേഡിലോട്ടാണ് നമ്മൾ ഇനി പോകുന്നത്. അപ്പൊ ഇത് മനസ്സിലാവാത്ത ആളുകൾ ഒന്നും കൂടെ റിവൈൻഡ് ചെയ്ത് കാണുക. ഓക്കെ. സിങ്കിങ് ഫണ്ട് മെത്തേഡാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആനുവൽ സിങ്കിങ് ഫണ്ട് കാണുന്നതിന്റെ ഫോർമുല നമ്മൾ ഓർത്തിരിക്കണം. നമ്മൾ ഇതിന് മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇറ്റ് ഈസ് SI by 1 plus I all raised to n minus 1. സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മുടെ കയ്യിൽ ഒരു വസ്തു ഉണ്ട്. ഹിയർ ഇറ്റ് ഈസ് കോൺക്രീറ്റ് മിക്സർ. ഈ കോൺക്രീറ്റ് മിക്സർ വാങ്ങിച്ചത് 1,00,000 രൂപയ്ക്കാണ്. 1,00,000 രൂപയ്ക്ക് വാങ്ങിച്ച കോൺക്രീറ്റ് മിക്സർ 6 വർഷം മാത്രമേ ഉപയോഗത്തിന് പറ്റുള്ളൂ. 6 വർഷം കഴിഞ്ഞാൽ 70,000 രൂപ അതിന്റെ മൂല്യത്തിൽ തകർച്ച വരുന്നു. ആൻഡ് വി വിൽ ഗെറ്റ് ഇറ്റ് സ്ക്രാപ്പ് വാല്യൂ ആസ് 30,000. ഈ 30,000 രൂപ സ്ക്രാപ്പ് വാല്യൂ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് 70,000 രൂപയുടെ മൂലധന നഷ്ടമാണ് സംഭവിക്കുന്നത്. 70,000 രൂപ തിരിച്ചു പിടിക്കാൻ വേണ്ടി, ഈ 6 വർഷം കൊണ്ട് 70,000 രൂപ തിരിച്ചു പിടിക്കാൻ വേണ്ടി ഓരോ വർഷവും എത്ര രൂപ ഞാൻ മാറ്റിവെക്കണം എന്ന് ഉള്ള ടേം ആണ് സിങ്കിങ് ഫണ്ട് ഓർ ആനുവൽ സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ബാങ്കിൽ നിന്നുള്ള ഇൻട്രസ്റ്റ് കൂടെ പരിഗണിച്ചുകൊണ്ടാണ് പ്രോബ്ലം കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ആനുവൽ സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഓരോ വർഷവും മാറ്റിവെക്കേണ്ട തുകയാണ്, ഇൻ ഓർഡർ ടു റിഗെയിൻ ദ ക്യാപിറ്റൽ ദാറ്റ് വി ആർ ലൂസിങ് ത്രൂ ഔട്ട് ഇറ്റ് ലൈഫ്. അപ്പൊ ഇവിടെ ഈ ടേം കണ്ടെത്താൻ വേണ്ടി നമ്മൾ മുമ്പ് ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ടേംസ് ഓർത്ത് വെക്കണം. എസ് എന്നുള്ളത് ടോട്ടൽ സിങ്കിങ് ഫണ്ട് ടു ബി അക്യുമുലേറ്റഡ് ആണ്. ഐ എന്നുള്ളത് പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് ആണ്. എൻ എന്നുള്ളത് ലൈഫ് ഓഫ് ദ ബിൽഡിംഗ് ആണ്, ഓർ ലൈഫ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ തിങ്. ഓക്കെ. അപ്പൊ ഞാൻ ആ ഇക്വേഷനുള്ള ടേംസ് ഇവിടെ എഴുതി. വിച്ച് ഈസ് 70,000 ആണ് ടോട്ടൽ എമൗണ്ട് ടു ബി അക്യുമുലേറ്റഡ് അല്ലെ. 70,000 രൂപയാണ് എനിക്ക് ടോട്ടലി നഷ്ടം വരുന്നത്. അതായത് 1,00,000 നിന്നും 30,000 രൂപയിലോട്ടാണ് വില കുറയുന്നത്. ഹിയർ ഐ ഹാവ് ടു റീഗെയിൻ ദ ക്യാപിറ്റൽ ഓഫ് 70,000 റുപ്പീസ് അല്ലെ. 70,000 രൂപയാണ് എനിക്ക് റീഗെയിൻ ചെയ്ത് വെക്കേണ്ടത്, അല്ലെങ്കിൽ നഷ്ടമായിട്ട് വരുന്നത്. അപ്പൊ അത് വീണ്ടും തിരിച്ചു പിടിക്കേണ്ടത് 70,000 രൂപയാണ്. അപ്പൊ അതാണ് ടോട്ടൽ സിങ്കിങ് ഫണ്ട് ടു ബി അക്യുമുലേറ്റഡ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇറ്റ് ഈസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ ആസ് 5%. ബാങ്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന പലിശ നിരക്ക് എന്നുള്ളത് 5% ആൻഡ് 5% ഈസ് റിട്ടേൺ ആസ് 0.05 ഡെസിമൽ ആക്കി എഴുതുമ്പോൾ. ആൻഡ് 1 plus 0.05 all raised to 6. 6 എന്താണ്? Here it is the life of that particular concrete mixer. ആ concrete mixerന്റെ life or duration or duration of useful life, it is 6 years. And ഈ equation apply ചെയ്ത് കഴിഞ്ഞാൽ we will get it as 10,291.22. otherwise ഞാൻ അത് റൗണ്ട് ഓഫ് ചെയ്യുന്നു. 10,291 rupees. ഓക്കെ. അതായത്
ബാങ്ക് 5% പലിശ തരുന്നതെങ്കിൽ ഓരോ വർഷവും 10,291 രൂപ ഞാൻ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ 6 വർഷം കൊണ്ട് എനിക്ക് 70,000 രൂപ ലഭിക്കും. ഈ 70,000 രൂപയാണ് എന്ത്? എനിക്ക് വസ്തുവിൽ വരുന്ന നഷ്ടം. ഓട്ടോമാറ്റിക്കലി ആ സ്ക്രാപ്പ് വാല്യൂ ആയിട്ടുള്ള 30,000 രൂപ എനിക്ക് കിട്ടിയാൽ 70,000 30,000 കൂടെ ചേർത്തിട്ട് 1,00,000 രൂപ വീണ്ടും എനിക്ക് തിരിച്ചു കിട്ടും. അപ്പൊ ഓരോ വർഷവും ഞാൻ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യേണ്ട തുകയാണ് എന്ത്? 10,291 രൂപ. അവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്താണ്? The bank is also providing 5% interest on the capital that we are depositing in the bank. ബാങ്കിൽ നമ്മൾ അടക്കുന്ന തുകയ്ക്ക് 5% പലിശയും കൂടെ ബാങ്ക് തരുന്നത് കൊണ്ടാണ് 6 വർഷം കൊണ്ട് ഇത് എത്രയായി മാറുന്നത്? 70,000 രൂപയായി മാറുന്നത്. ഇനി സിങ്കിങ് ഫണ്ട് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ ഓഫ് ഡിപ്രീസിയേഷൻ ആണ് കാണുന്നത്. അതായത് വസ്തുവിന്റെ മൂല്യം ചുരുങ്ങുന്നത് എത്ര രൂപ വെച്ചാണെന്നാണല്ലോ നമ്മൾ ഇതുവരെ കണ്ടത്. അപ്പൊ അതിലെ സിങ്കിങ് ഫണ്ട് മെത്തേഡിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. സിങ്കിങ് ഫണ്ട് മെത്തേഡിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോ വർഷവും നമ്മൾ എത്ര രൂപയാണോ അതിന്റെ സിങ്കിങ് ഫണ്ടിലോട്ട് മാറ്റി വെക്കേണ്ടി വരുന്നത് അതേ രൂപയാണ് ആ വസ്തുവിന് വരുന്ന മൂല്യത്തകർച്ച എന്നാണ് സിങ്കിങ് ഫണ്ട് മെത്തേഡിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ അതാണ് ഇതിലെ ലോജിക്. അതായത് ഓരോ വർഷവും നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യേണ്ട തുക എത്രയാണ്? ഈസ് 10,291 rupees അല്ലെ? ഓരോ വർഷവും ഈ വസ്തുവിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കേണ്ട തുക 10,291 രൂപയാണ്. അപ്പോൾ ഒരു വർഷം ഞാൻ ഈ 10,291 രൂപ ഡെപ്പോസിറ്റ് ചെയ്താൽ പിറ്റത്തെ വർഷം ഞാൻ വീണ്ടും 10,291 രൂപ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പൊ അവിടെ ടോട്ടൽ എത്രയുണ്ടാവും? ടോട്ടൽ എന്ന് പറയുമ്പം 10,291 രൂപയും ആദ്യത്തെ വർഷം ഡെപ്പോസിറ്റ് ചെയ്ത 10,291 രൂപയുടെ പലിശയും കൂടെ ഉണ്ടാവും. മൂന്നാമത്തെ വർഷം ആവുമ്പോഴോ നമ്മൾ വീണ്ടും 10,291 rupees ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ആദ്യത്തെ 2 വർഷം ഡെപ്പോസിറ്റ് ചെയ്ത തുകയുടെ പലിശയും കൂടെ അതിന്റെ കൂടെ കൂടുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ 6ാമത്തെ വർഷം ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ 6ാമത്തെ വർഷം നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന തുക വിച്ച് ഈസ് സെയിം ആസ് ദ പ്രീവിയസ് ഡെപ്പോസിറ്റ്സ് വിച്ച് ഈസ് 10,291 rupees അല്ലെ? അപ്പൊ 6ാമത്തെ വർഷവും നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് 10,291 രൂപയാണ്. അതിന്റെ കൂടെ ഓട്ടോമാറ്റിക്കലി അതിന്റെ മുമ്പത്തെ 5 വർഷം ഡെപ്പോസിറ്റ് ചെയ്ത തുകയുടെ പലിശയും കൂടെ അക്കൗണ്ടിൽ വരും. അങ്ങനെയാണ് നമുക്ക് ടോട്ടൽ എമൗണ്ട് കിട്ടുന്നത്. അപ്പൊ ഇതിന് തുല്യമായിട്ടാണ് ഡിപ്രീസിയേഷൻ സംഭവിക്കുന്നത് എന്നാണ് സിങ്കിങ് ഫണ്ട് മെത്തേഡിന്റെ ലോജിക്. നമുക്കതൊരു ടാബുലാർ ഫോമിൽ എഴുതി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈസി ടു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ടാബിളിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. നേരത്തെ കണ്ട പോലെയല്ല, കുറച്ചും കൂടെ ബൃഹത്തായിട്ടുള്ള ടാബിളാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഏജ് ഇൻ ഇയേഴ്സ് അത് അവിടെ തന്നെയുണ്ട്. ആനുവൽ സിങ്കിങ് ഫണ്ട് ഓരോ വർഷവും ഡെപ്പോസിറ്റ് ചെയ്യേണ്ട തുക അത് എത്രയായിരുന്നു? 10,291 രൂപയാണ്. അതിൽ യാതൊരു വ്യത്യാസം വരുന്നില്ല. ഇറ്റ് ഈസ് സെയിം ത്രൂ ഔട്ട് ദ ഇയേഴ്സ്. ഓക്കെ. ഇൻട്രസ്റ്റ് അക്യുമുലേറ്റഡ് ഓരോ വർഷവും അടിഞ്ഞുകൂടപ്പെടുന്ന പലിശ, അതായത് മുൻ വർഷങ്ങളിൽ ആ ബാങ്കിൽ കിടക്കുന്ന അക്കൗണ്ടിൽ കിടക്കുന്ന കാശിന്റെ പലിശ പിറ്റത്തെ വർഷം ഡെപ്പോസിറ്റ് ചെയ്യപ്പെടും അല്ലെ? അതിൽ തന്നെ വരും. ആ എത്രയാണെന്ന് കണക്കാക്കാൻ വേണ്ടി ഒരു ടേബിൾ ഉണ്ട്. ആനുവൽ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം വരുന്ന ഡെപ്രീസിയേഷനത്തെ, ടോട്ടൽ ഡെപ്രീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ വരുന്ന ഡെപ്രീസിയേഷൻ, ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വർഷവും ആ വസ്തുവിന്റെ വാല്യൂ എത്ര. ഓക്കെ, നമുക്ക് ടേബിൾ ഒന്ന് എഴുതി നോക്കാം. 1ാമത്തെ വർഷം ആനുവൽ സിങ്കിങ് ഫണ്ട് നമ്മൾ കണ്ടെത്തിയിരുന്നു. ഇറ്റ് ഈസ് 10,291 രൂപ. അതിൽ യാതൊരു വ്യത്യാസമില്ല. അപ്പൊ 1ാമത്തെ വർഷമാണ്. 1ാമത്തെ വർഷം നമ്മൾ 10,291 രൂപയാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല. കാരണം ഒരു വർഷം നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത ഉടനെ അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവുമോ? ഇല്ല. ഡെപ്പോസിറ്റ് ചെയ്ത തുക ഒരു വർഷം തികഞ്ഞാലേ നമുക്ക് അതിൽ എന്ത് കിട്ടുള്ളൂ? പലിശ കിട്ടുള്ളൂ. അതുകൊണ്ട് ഇൻട്രസ്റ്റ് അക്യുമുലേറ്റഡ് എന്ന സംഭവം 1ാമത്തെ വർഷം ഉണ്ടാവില്ല. ഓക്കെ. ആൻഡ് ആനുവൽ ഡിപ്രീസിയേഷൻ 10,291 തന്നെയാണ്. നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത തുക തന്നെയാണ് ആനുവൽ ഡിപ്രീസിയേഷൻ ആയിട്ട് കണക്കാക്കുന്നത്. ആൻഡ് ടോട്ടൽ ഡിപ്രീസിയേഷൻ എന്നുള്ളത് ഒരു വർഷത്തിൽ ആനുവൽ ഡിപ്രീസിയേഷൻ തന്നെയാണ്. ഇറ്റ് ഈസ് 10,291. ബുക്ക് വാല്യൂ എന്ന് പറയുമ്പോൾ 1,00,000-ൽ നിന്നും 10,291 രൂപ കുറച്ചു കഴിഞ്ഞാൽ 89,709 രൂപ, 89,709 rupees. അപ്പൊ വസ്തുവിന്റെ മൂല്യം 10,000 രൂപയോളം കുറഞ്ഞു. ഓക്കെ, ഇനി 2ാമത്തെ വർഷത്തിലോട്ട് പോവാം. ഏജ് 2 years. സിങ്കിങ് ഫണ്ട് ഈസ് സെയിം,
പക്ഷെ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. രണ്ടാമത്തെ വർഷാവസാനം നമ്മൾ എത്ര രൂപ ഡെപ്പോസിറ്റ് ചെയ്തു? 10,291 രൂപ ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പൊ ആദ്യത്തെ വർഷം നമ്മൾ എത്ര ഡെപ്പോസിറ്റ് ചെയ്തിരുന്നു? 10,291 രൂപ ഡെപ്പോസിറ്റ് ചെയ്തിരുന്നു. അപ്പൊ അത് ഒരു വർഷം തികഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എന്ത് വരും? ഒരു പലിശ നമുക്ക് കിട്ടും അല്ലെ? ആദ്യത്തെ വർഷം ഡെപ്പോസിറ്റ് ചെയ്ത 10,291 രൂപയുടെ പലിശയും കൂടെ നമ്മൾ ഈ ഡെപ്പോസിറ്റ് ചെയ്യുന്ന 10,291 രൂപയുടെ കൂടെ കൂടും. അത് എത്രയാണ്? 5% പലിശ എന്ന് പറയുന്നത്. അപ്പോ 10,291 രൂപയുടെ 5%, 0.05 into 10,291, it is 514.55. 514 രൂപ 55 പൈസ. ഇത്രയാണ് ആ വർഷം അക്യുമുലേറ്റ് ചെയ്യപ്പെടുന്ന ഇൻട്രസ്റ്റ്. അതായത് നമ്മൾ ആ വർഷം 10,291 രൂപ ഇടുന്നു, നേരത്തെ ഇട്ട തുകയുടെ 514 രൂപ അതിലോട്ട് പലിശയായിട്ട് ചേരുന്നു. സോ ടോട്ടൽ 10,291 515, അതായത് തന്നെ റൗണ്ട് ഓഫ് ചെയ്ത വാല്യൂ ആണ്. ഇറ്റ് ഈസ് 10,806. ഇപ്പൊ ടോട്ടൽ ഡിപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ ആദ്യത്തെ വർഷത്തെ 10,291 രണ്ടാമത്തെ വർഷത്തെ 10,806 ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ we will get 21,000. 1,00,000 നിന്നും 21,097 രൂപ കുറച്ചാൽ 78,903 രൂപ, 78,903. ഇതാണ് ആ വർഷത്തെ ബുക്ക് വാല്യൂ. ഓക്കെ, അപ്പൊ ഇവിടെ കാൽക്കുലേഷനിൽ വന്ന വ്യത്യാസം എന്താണ്? ഓരോ വർഷവും ഡെപ്പോസിറ്റ് ചെയ്യുന്ന തുക ഇറ്റ് ഈസ് സെയിം എവറി ഇയർ, ഇറ്റ് ഈസ് 10,291. ഓക്കെ, പക്ഷെ ഓരോ വർഷവും അതിന്റെ മുൻപത്തെ വർഷത്തെ അവിടെ ഡെപ്പോസിറ്റഡ് എമൗണ്ടിന്റെ പലിശ നമുക്ക് ബോണസ് ആയിട്ട് കിട്ടും. അപ്പൊ അതും കൂടെ നമ്മൾ 10,291 രൂപ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന്റെ കൂടെ മുൻകാല ഡെപ്പോസിറ്റിന്റെ പലിശയും കൂടെ വരുമ്പോൾ എമൗണ്ട് വിൽ ബി ഇൻക്രീസ്ഡ്, എമൗണ്ട് കുറച്ചുകൂടെ വലുതാവും. അപ്പൊ ഓരോ വർഷവും വരുന്ന ഡെപ്രീസിയേഷന്റെ അളവ് കൂടിയിട്ട് വരും. ഓക്കെ, നമുക്ക് മൂന്നാമത്തെ വർഷം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഏജ് ഇൻ ഇയേഴ്സ് 3, sinking fund is same to 10,291, but the interest accumulated will be different അല്ലെ? ഇപ്പൊ 2 വർഷം കൂടെ ടോട്ടലി ഇപ്പൊ അവിടെ കിടക്കുന്നത് 21,097 രൂപയാണ്. ഈ 21,097 രൂപയുടെ 5% പലിശയായിട്ട് എനിക്ക് ആ വർഷം കിട്ടുക. അപ്പൊ ഈ 2 വർഷം കൂടെ 21 ഉറുപ്പിക ഉണ്ടല്ലോ, അപ്പൊ ആ പലിശ എത്രയാണെന്ന് നോക്കാം. is 5% of 21,097. It is 1,054.85. അതായത് മൂന്നാമത്തെ വർഷം ഞാൻ 10,291 രൂപ ഇടാൻ വേണ്ടി ബാങ്കിൽ പോയി നോക്കുമ്പോൾ ഒരു 1,054 രൂപ 85 പൈസ അതില് മുൻകാല രൂപയുടെ പലിശയായിട്ട് കിടക്കുന്നുണ്ടാവും. അതിലോട്ട് ഞാൻ എൻ്റെ 10,291 രൂപയും കൂടെ ഇടും. അപ്പൊ 10,291 രൂപയും 1,055 രൂപ പലിശയും ടോട്ടൽ ഇത്രയും രൂപ നമുക്ക് കിട്ടും. ടോട്ടൽ ഡിപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ ഈ മൂന്നും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 32,443 രൂപ ആണ് നമുക്ക് കിട്ടുന്നത്. ആൻഡ് 1,00,000 നിന്നും 32,443 രൂപ കുറച്ചാൽ 67,557 രൂപയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതായത് ഈ വസ്തുവിന്റെ മൂന്നാമത്തെ വർഷം കഴിയുമ്പോൾ ഉള്ള ബുക്ക് വാല്യൂ 67,557 രൂപയായിരിക്കും. നാലാമത്തെ വർഷം നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന തുക, സിങ്കിങ് ഫണ്ട് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന തുക ഇറ്റ് ഈസ് സെയിം 10,291. അക്യുമുലേറ്റഡ് ഇൻട്രസ്റ്റ് എത്രയാണ്? ടോട്ടൽ ഡെപ്രീസിയേഷൻ ആയിട്ടുള്ള, അതല്ലെങ്കിൽ ആ ബാങ്കിൽ 3 വർഷത്തെ മൊത്തം തുകയായിട്ടുള്ള 32,443 രൂപ 3 വർഷം തികയാണ്. അപ്പോൾ വീണ്ടും ഈ 32,443 രൂപയുടെ പലിശ നമുക്ക് കിട്ടും. അപ്പൊ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ 32,443 രൂപയുടെ 5% പലിശ, അതായത് 1,622 രൂപ 15 പൈസ, ഇത്രയും നമുക്ക് പലിശയായിട്ട് കിട്ടും. അപ്പൊ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് 10,291 രൂപയാണ്. അതിന്റെ മുൻ വർഷത്തെ ഡെപ്പോസിറ്റിന്റെ പലിശയായിട്ട് കിട്ടുന്നത് 1,622 രൂപ 15 പൈസയാണ്. അപ്പൊ ടോട്ടലി എത്രയാണ്? 10,291 രൂപ ഡെപ്പോസിറ്റഡ്, പലിശ 1,622 രൂപ. ഇറ്റ് ഈസ് ടോട്ടൽ 11,913. ടോട്ടൽ ഡിപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ ഈ 4 ആനുവൽ ഡിപ്രീസിയേഷനും കൂടെ കൂട്ടിയാൽ
മൊത്തത്തിൽ കിട്ടുന്നത് 44,356 രൂപയാണ് 4 വർഷത്തിനും കൂടെ ആയിട്ട് ചുരുങ്ങുന്നത്. അപ്പോൾ 1 ലക്ഷത്തിൽ നിന്നും 44,356 രൂപ കുറച്ചു കഴിഞ്ഞാൽ 55,644 രൂപ കിട്ടും. അതായത് 4 വർഷം കഴിയുമ്പോൾ ആ വസ്തുവിന്റെ ബുക്ക് വാല്യൂ 1 ലക്ഷത്തിൽ നിന്നും 55,644 ചുരുങ്ങി. 5-ാമത്തെ വർഷം ആനുവൽ സിങ്കിങ് ഫണ്ട് ഇറ്റ് ഈസ് സെയിം 10,291 രൂപ. ഇൻട്രസ്റ്റ് അക്യുമുലേറ്റഡ് 44,386 രൂപയുടെ 5%, 22,217 രൂപ 80 പൈസ. അപ്പൊ ടോട്ടൽ ഡിപ്രീസിയേഷൻ ആയിട്ട് ആനുവൽ ഡിപ്രീസിയേഷൻ ആയിട്ട് വരുന്നത് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന 10,291 രൂപയും മുൻകാല ഡെപ്പോസിറ്റുകളുടെ അതായത് 44,386 രൂപയുടെ പലിശയായിട്ടുള്ള 2,217 രൂപ അതിലോട്ട് കൂടും. അപ്പൊ ടോട്ടൽ വി വിൽ ഗെറ്റ് ഇറ്റ് ആസ് 12,509 12,509 രൂപയാണ് ടോട്ടൽ ഡെപ്പോസിറ്റ് ആയിട്ട് നമുക്ക് അവിടെ എഫക്റ്റീവ് ആയിട്ട് കിട്ടുക. അപ്പൊ അടുത്തതായിട്ട് നമ്മൾ കാണാനുള്ളത് ടോട്ടൽ ഡിപ്രീസിയേഷൻ ആണ്. ടോട്ടൽ ഡിപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ ഈ 5 വർഷത്തിലായിട്ട് മൊത്തത്തിൽ വന്ന ഡിപ്രീസിയേഷൻ ആണ്. അതായത് ഇതും ആൻഡ് ഇതും കൂടെ കൂട്ടിയാൽ 56,865 രൂപയാണ് 5 വർഷം കൊണ്ട് വന്നിട്ടുള്ള ഡെപ്രീസിയേഷൻ ഓർ വിലയിടിവ്. 1 ലക്ഷത്തിൽ നിന്നും 5 വർഷത്തെ വിലയിടിവായിട്ടുള്ള 56,865 റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ദ ബുക്ക് വാല്യൂ ഓഫ് ദ കോൺക്രീറ്റ് മിക്സർ ആഫ്റ്റർ 5 years ഈസ് 43,135. 5 വർഷം കഴിയുമ്പം കോൺക്രീറ്റ് മിക്സറിന്റെ വില ബുക്ക് വാല്യൂ എന്നുള്ളത് 43,135 രൂപയാണ്. ആൻഡ് മൂവിങ് ഓൺ ടു ദ ലാസ്റ്റ് ഇയർ ഓഫ് ദ കോൺക്രീറ്റ് മിക്സർ, 6-ാമത്തെ വർഷം. 6-ാമത്തെ വർഷത്തിലും ദ സെയിം എമൗണ്ട് ഈസ് ഡെപ്പോസിറ്റഡ് ആസ് ദ ആനുവൽ സിങ്കിങ് ഫണ്ട് 10,291. The interest accumulated will be 5% of 56,865. ആദ്യത്തെ 5 വർഷത്തെ ഡെപ്പോസിറ്റ് ആയിട്ടുള്ള 56,865 രൂപയുടെ 5% ആ വർഷത്തെ പലിശയായിട്ട് ലഭിക്കുക. അപ്പൊ അതായത് 56,865 രൂപയുടെ പലിശ 5% എന്ന് പറയുമ്പോൾ 2,843 രൂപ 25 പൈസ. ടോട്ടൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന 10,291 രൂപയും മുൻകാല രൂപയുടെ പലിശയായിട്ടുള്ള 2,800 ചില്ലറ രൂപയും കൂടെ ചേരുമ്പോൾ the total is 13,135. 13,135 രൂപയാണ് ആ വർഷം ടോട്ടലി അക്കൗണ്ടിൽ കൂടുക. നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന തുകക്ക് പുറമെ മുൻകാല രൂപയുടെ പലിശയും കൂടെ ചേരുമ്പോൾ 13,135 രൂപയാണ് ടോട്ടൽ എമൗണ്ട് ഇൻക്രീസ് ചെയ്യുന്നത്. ആൻഡ് ദ ഡെപ്രീസിയേഷൻ ടോട്ടൽ എന്ന് പറയുമ്പോൾ ഈ 6 എണ്ണം കൂടെ അങ്ങോട്ട് സം ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ കിട്ടുന്നതാണ്. ടോട്ടൽ ഡെപ്രീസിയേഷൻ ഈസ് 70,000. അതായത് 70,000 രൂപയാണ് ടോട്ടൽ ആയിട്ട് ഡെപ്രീസിയേഷൻ ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. ആൻഡ് ബുക്ക് വാല്യൂ എന്ന് പറയുമ്പോൾ ഈ 1 ലക്ഷത്തിൽ നിന്നും 6 വർഷം കൊണ്ട് മൊത്തം കുറഞ്ഞത് 70,000, 6 വർഷം കൊണ്ട് ആ വസ്തുവിന്റെ ബുക്ക് വാല്യൂ മാറിയത് 30,000-ലോട്ടാണ്. അപ്പൊ ഇവിടെ വന്നിട്ടുള്ള ഏറ്റവും വലിയ ഡിഫറൻസ് എന്ന് പറയുന്നത് സിങ്കിങ് ഫണ്ട് മെത്തേഡിലാണെന്നുണ്ടെങ്കിൽ എവറി ഇയർ ദ എമൗണ്ട് റിഡ്യൂസ്ഡ് വിൽ ബി ഇൻക്രീസിങ് അല്ലേ. ആദ്യത്തെ വർഷം ചെറിയ പൈസയാണ് കുറയുന്നത്, 2-ാമത്തെ വർഷം ഇച്ചിരി കൂടും, 3-ാമത്തെ വർഷം അതിലേക്കായും കൂടും, 4-ാമത്തെ വർഷം വീണ്ടും കൂടും. അപ്പൊ ആക്ച്വലി നമ്മൾ പ്രാക്ടിക്കലായിട്ട് കൺസിഡർ ചെയ്യുന്നത് സിങ്കിങ് ഫണ്ട് മെത്തേഡാണ്. ഒരു വസ്തുവിന്റെ മൂല്യം ഇങ്ങനെ സിങ്കിങ് ഫണ്ടിന് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സിങ്കിങ് ഫണ്ടിന് പാരലൽ ആയിട്ടാണ് കുറയുന്നത് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോ ആൻഡ് നമുക്കിപ്പോൾ സിങ്കിങ് ഫണ്ടിന്റെ ഏകദേശം ഒരു ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമ്മൾ ആദ്യം പറഞ്ഞ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ ഓരോ വർഷവും കുറയുന്ന തുക തുല്യം തന്നെയായിരുന്നു. 2-ാമത്തെ കോൺസ്റ്റന്റ് പെർസെൻറ്റേജ് മെത്തേഡിൽ ആദ്യ വർഷങ്ങളിൽ കുറയുന്ന എമൗണ്ട് കൂടുതലായിരുന്നു, അവസാനത്തേക്ക് കുറയുന്ന എമൗണ്ട് കുറഞ്ഞു കുറഞ്ഞു വന്നു. പക്ഷെ സിങ്കിങ് ഫണ്ട് മെത്തേഡിൽ ആദ്യ വർഷങ്ങളിൽ കുറച്ച് പൈസയെ കുറയുള്ളൂ, അവസാനത്തേക്ക് കുറയുന്ന എമൗണ്ട് കൂടി കൂടി വരും. നമുക്കത് ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യാം. അപ്പോ ആദ്യം 1 ലക്ഷം ഉണ്ടായിരുന്നു, അത് 89,000 ചില്ലറായി, 78,000, 67,000, 85,000, 43,000, 30,000. അപ്പൊ ഇവിടെ കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. അതായത് ആദ്യം കുറയുന്ന തുക കുറവും അവസാനത്തേക്ക് കൂടുതലുമാണ്. അപ്പൊ 3 രീതിയിലാണ് നമ്മൾ കർവ് കണ്ടത്. ഒന്ന് സ്ട്രെയിറ്റ് ലൈന്, പിന്നെ കോൺസ്റ്റന്റ് പെർസെൻറ്റേജ്, സിങ്കിങ് ഫണ്ട് മെത്തേഡ്. ഓക്കെ, ഇതിലെല്ലാ കൊല്ലം ഒരേപോലെ കുറയും. സ്ട്രെയിറ്റ് ലൈനിൽ കോൺസ്റ്റന്റ് പെർസെൻറ്റേജിൽ ആദ്യ വർഷം കൂടുതൽ കുറയും, സിങ്കിങ് ഫണ്ടിൽ ആദ്യ വർഷങ്ങളിൽ കുറേശ്ശെ കുറയും. അപ്പോൾ
ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ 3 മെത്തേഡ്സ് ഓഫ് ഫൈൻഡിങ് ദ ഡെപ്രീസിയേഷൻ ആണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. ഇത്രയുമാണ് ഈ ടോപ്പിക്കിൽ ഇനി പറയുന്നുള്ളൂ. ഇനി കൂടുതൽ ആവശ്യമുള്ളവർക്ക് അവസാനം നമ്മൾ പ്രോബ്ലം ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ക്ലിയർ ആവുന്നതാണ്. അപ്പോൾ ഇതിൽ ഈ പറഞ്ഞതിലുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് വാട്സപ്പ് വഴിയോ ഫോൺ കോൾ വഴിയോ കമൻറ്റ് വഴിയോ ക്ലിയർ ചെയ്യാവുന്നതാണ്. താങ്ക് യു എവ്രി വൺ. ഹാവ് എ നൈസ് ഡേ.